ഈശോയെ ആദ്യമായി കണ്ടതോടെ തീഷ്ണതയോടും കഴിവുകളോടും കൂടെ വിശുദ്ധ ഗ്രന്ഥം പഠിക്കാനും സഭാപിതാക്കന്മാരുടെ കൃതികളും മറ്റു ദൈവശാസ്ത്ര പ്രബന്ധങ്ങളും വായിക്കാനും അവൾ ആരംഭിച്ചു. തന്നെ പൂർണ്ണമായി ദൈവകൃപയ്ക്ക് സമർപ്പിച്ചതിൻ്റെ ഫലമായി ഈശോയുടെ തിരുഹൃദയത്തോടും തിരുമുറിവുകളോടുമുള്ള ഭക്തി അളവിൽ വർദ്ധിച്ചു. ഈശോയുടെ തിരുമുറിവുകളെക്കുറിച്ചും കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട തിരുവിലാവിനെക്കുറിച്ചും അവൾ സദാ ധ്യാനിച്ചിരുന്നു. നവീകരണം സംഭവിച്ചതിന് ശേഷം 2 വർഷം പിന്നിട്ട ഒരു തണുപ്പുകാലത്ത് പ്രഭാതത്തിലെ വിശുദ്ധ ബലിക്ക് ശേഷം ഹൃദയത്തിലേക്ക് വന്ന ഈശോയ്ക്ക് ഉപകാരസ്മരണ അർപ്പിക്കുകയായിരുന്നു ജർത്രൂദ്. പെട്ടെന്ന് ഹൃദയത്തിൽ വല്ലാത്ത വേദന, കത്തിയാൽ കുത്തിപ്പിളർക്കപ്പെട്ടതുപോലുള്ള അനുഭവം. എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. തിരുപ്പാതയം ആവശ്യപ്പെടാം എന്നിങ്ങനെയുള്ള ചിന്തകൾ അവളിലേക്ക് കടന്നു വന്നു. എന്നാൽ അപ്പോഴേക്കും അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു, നിനക്കഗ്രാഹ്യമായ രീതിയിൽ എൻ്റെ തിരുമുറിവുകൾ നിന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചതിനാലാണ് നിനക്ക് ഈ വേദന. ഭയപ്പെടുക വേണ്ട, നീ സുരക്ഷിതയാണ്. ഏറ്റവും മഹത്വം നിറഞ്ഞ 5 തിരുമുറിവുകൾ തൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ച ഈശോയോടുള്ള നന്ദിയാൽ അവളുടെ ഹൃദയം നിറഞ്ഞു. ഈശോയെ, അങ്ങയുടെ ശരീരത്തിലെ തിരുമുറിവുകളിൽ എന്നെ കൂടി പങ്കുകാരിയാക്കിയതിലൂടെ അങ്ങയുടെ സഹനവും സ്നേഹവും അങ്ങെനിക്ക് വെളിപ്പെടുത്തി തന്നു. ഇതിലൂടെ എൻ്റെ ആത്മാവിനെ അങ്ങ് സുഖപ്പെടുത്തി, അതിൻ്റെ ദാഹം ശമിപ്പിച്ചു. അങ്ങേക്ക് എന്നും മഹത്വമുണ്ടായിരിക്കട്ടെ. ജർത്രൂദിന് വളരെ പ്രത്യേകമായൊരു ഭക്തിയായിരുന്നു ഈശോയുടെ തിരുഹൃദയത്തോട്. വളരെ ഭക്തിയോടും തീക്ഷ്ണമായ സ്നേഹത്തോടുമാണ് ജർത്രൂദ് വിശുദ്ധ കുർബാന സമീപിച്ചിരുന്നത്. ഒരിക്കൽ ആവശ്യത്തിനൊരുക്കമില്ല എന്ന് തോന്നിയ അവസരത്തിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വിമുഖത പ്രദർശിപ്പിച്ചുകൊണ്ട് അവൾ തന്നോട് തന്നെ ചോദിച്ചു, ഇതാ നിന്റെ മണവാളൻ നിന്നെ വിളിക്കുന്നു. ഒരുക്കത്തോടെ അവനെ സ്വീകരിക്കേണ്ടതിന് നിന്നെ യോഗ്യയാക്കുന്ന വിവാഹ വസ്ത്രങ്ങൾ ധരിക്കാതെ എങ്ങനെ നീ അവനെ സമീപിക്കും? തൻ്റെ മനുഷ്യപ്രകൃതിയെക്കുറിച്ച് അവൾ പൂർണ്ണബോധവതിയായിരുന്നു. അവൾ പറഞ്ഞു, 100 വർഷം ഞാൻ ഒരുക്കത്തിനായി ചെലവിട്ടാലും വേണ്ടവിധം ഒരുക്കമുള്ളവളായി അവന് കാണപ്പെടുന്നതിൽ ഞാൻ പരാജയമടയും. അതിനാൽ എളിമയിലും അവൻ്റെ കാരുണ്യത്തിലുമുള്ള വിശ്വാസത്തിലും ഞാൻ അൾത്താരയിൽ അണിചേരും. എന്നെ പൂർണ്ണയാക്കുന്ന എല്ലാത്തരം വസ്ത്രങ്ങളും ആഭരണങ്ങളും അവൻ എനിക്കായി അയച്ചു തരും. വിശുദ്ധ കുർബാന എന്നും സ്വീകരിക്കുവാൻ അക്കാലത്ത് അനുവാദമുണ്ടായിരുന്നില്ല. ആത്മീയ പിതാവിൻ്റെ അനുവാദത്തോടെ വല്ലപ്പോഴും മാത്രം ലഭിച്ചിരുന്ന ഈശോയുടെ ശരീരം സ്വീകരിക്കാൻ സന്യാസിനികൾ കൊതിയോടെ കാത്തിരിക്കുമായിരുന്നു. അങ്ങനെ അനുവാദം കിട്ടിയ ഒരു ദിനമായിരുന്നു അത്. വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ തീക്ഷ്ണമായ ആഗ്രഹമുണ്ടായിരുന്നിട്ടും തൻ്റേതെന്ന് അവൾ നനച്ച കുറവ് മൂലം അന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ട എന്നവൾ തീരുമാനിച്ചു. ബലിയർപ്പണത്തിൻ്റെ സമയത്ത് ഈ വ്യസനം മൂലം അവൾ കരഞ്ഞു പ്രാർത്ഥിച്ചു. തൻ്റെ മേൽ അളവില്ലാതെ ചുരിഞ്ഞ എല്ലാ കൃപകൾക്കും ലോകത്തിലുള്ള എല്ലാ സൃഷ്ടികളിലും അടങ്ങിയിരിക്കുന്ന ദൈവനന്മയ്ക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് അവൾ മനസ്സിൽ സ്തുതിക്കുകയായിരുന്നു. ഉടനെ ഈശോ അവൾക്ക് പ്രത്യക്ഷനായി അരുളി ചെയ്തു, ഞാൻ നിനക്ക് ചുരിഞ്ഞ നന്മകൾക്ക് പ്രത്യുപകാരമായി നീ നടത്തുന്ന അർച്ചനയാണ് വിശുദ്ധ കുർബാന സ്വീകരണം. അതുപേക്ഷിക്കാൻ നിനക്ക് എങ്ങനെ സാധിച്ചു? തൻ്റെ തെറ്റു മനസ്സിലാക്കിയ ജർത്രൂദ് ഉടനെ തന്നെ തൻ്റെ തീരുമാനം മാറ്റി. കുർബാന സ്വീകരണ സമയത്ത് അതീവ സ്നേഹത്തോടെ ഈശോയെ സ്വീകരിച്ചു. അതിനുശേഷം ഉപകാരസ്മരണ നടത്തുന്ന അവസരത്തിൽ അവളെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു, ചെളിയിലും ചേറിലും മണ്ണിലും പോലും നിന്റെ ഇച്ഛ മാറ്റിവെച്ച് എന്നെ സേവിക്കുവാൻ നീ ഇന്ന് ശക്തയായി. എനിക്കായി നീ നടത്തുന്ന അർച്ചനകൾ അമൂല്യമാണ്. ശരീരവും രക്തവും ഞാൻ ബലിയർപ്പിച്ചതുപോലെ തന്നെയാണ് നിന്റെ ബലിയർപ്പണവും. അതിനാൽ സന്തോഷവതിയായിരിക്കുക. ഈശോയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടെന്ന് ചോദിക്കുന്ന സഹസന്യാസിനികളോട് ജർത്രൂദ് പറയും, പരിശുദ്ധ അമ്മയോട്. പരിശുദ്ധ മാതാവ് ജർത്രൂദുമായി നിരന്തര സംഭാഷണത്തിൽ ഏർപ്പെട്ടിരുന്നു. ഒരിക്കൽ ഒരു ക്രിസ്മസ് രാത്രിയിൽ സ്വർഗരാജ്ഞി അവൾക്ക് പ്രത്യക്ഷമായി. സൂര്യപ്രഭയാർന്ന ഉണ്ണീശോയെ വഹിച്ചുകൊണ്ടായിരുന്നു ഈ പ്രത്യക്ഷീകരണം. ഓമനത്വം നിറഞ്ഞ ഉണ്ണീശോയെ തരാമോ എന്ന് ജർത്രൂദ് മാതാവിനോട് ചോദിച്ചു. ഒരു പുഞ്ചിരിയോടെ മാതാവ് ഉണ്ണിയെ മൃദുവായി അവളുടെ കരങ്ങളിൽ വച്ചു. ലോകത്തിലുള്ള എല്ലാവരെയും കാൽ സന്തോഷവതിയാണ് താനെന്ന് അവൾക്ക് തോന്നി. അത് സത്യമായിരുന്നു താനും. ഓമനത്വം നിറഞ്ഞ ഉണ്ണിയുടെ കവിളിൽ ചുംബിക്കുവാനായി അവൾ ആഞ്ഞപ്പോൾ കുഞ്ഞുകരങ്ങൾ ഉയർത്തി ഉണ്ണീശോ അവളെ ആശ്ലേഷിച്ചു. ഉണ്ണീശോയുടെ മൃദുലമായ ശ്വാസം തൻ്റെ ചർമ്മത്തിൽ തട്ടിയപ്പോൾ തേനിനേക്കാൾ മാധുര്യമുണ്ടതിനെന്ന് അവൾക്ക് അനുഭവപ്പെട്ടു. ഉണ്ണീശോയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന സന്യാസിനികളെ കാണിച്ചു കൊടുക്കുകയായിരുന്നു മാതാവ്. പിന്നീട് ജർത്രൂദ് ഇങ്ങനെ കേട്ടു,
എൻ്റെ ഭക്തരുടെ നേരെ ഞാൻ ഈശോയുടെ കാരുണ്യമൂർന്ന നയനങ്ങൾ എത്തിക്കും. അതവർക്ക് നിത്യജീവന് കാരണമാവുകയും ചെയ്യും. മരണസമയത്ത് ഇക്കൂട്ടർക്ക് ആശ്വാസമുണ്ടാകും എന്നും ജെർത്രൂദ് കേട്ടു. സ്വന്തം അമ്മയെപ്പോലെ ജെർത്രൂദ് പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തു. പല വിശുദ്ധരും ജെർത്രൂദിന് പ്രത്യക്ഷപ്പെടുകയും അവളുടെ നന്മയ്ക്കും മറ്റുള്ളവരുടെ ആത്മീയ വളർച്ചയ്ക്കും ഉതകുന്നതായ അനേകം അറിവുകൾ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു. പുണ്യപൂർണ്ണതയുടെ പാതയിൽ സഞ്ചരിക്കുമ്പോൾ അപകടങ്ങൾ പതിയിരിക്കുന്നത് എവിടെയൊക്കെയാണെന്നും അവയെ എങ്ങനെ ചേർത്ത് തോൽപ്പിക്കാമെന്നും അവർ അവളെ ഉദ്ബോധിപ്പിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം വിശുദ്ധ സ്നാപ യോഹന്നാൻ ജെർത്രൂദിന് പ്രത്യക്ഷനായി. അവൾ ആർക്കൊക്കെ വേണ്ടി വിശുദ്ധനോട് മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ചുവോ അവർക്കൊക്കെ പശ്ചാത്താപം മാത്രമല്ല, തീഷ്ണത, വിശ്വസ്തത എന്നീ പ്രത്യേക ദാനങ്ങളും നൽകപ്പെട്ടിട്ടുള്ളതായി അവളെ വിശുദ്ധൻ അറിയിച്ചു. ഇത്തരം ആത്മീയ കടാക്ഷങ്ങളാൽ സമ്പന്നയായിരുന്നു ജെർത്രൂദെങ്കിലും അതികഠിനമായ ശാരീരിക മാനസിക പീഡനങ്ങളിലൂടെ ജെർത്രൂദിന് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അവൾ അത് സന്തോഷത്തോടും ശാന്തതയോടും കൂടെ സ്വീകരിച്ചു. പഞ്ചക്ഷതങ്ങൾ അവളുടെ ഹൃദയത്തിൽ പതിപ്പിക്കപ്പെട്ടതിന് ശേഷം തുടർച്ചയായ സഹനങ്ങളിലൂടെ അവളുടെ ജീവിതം കടന്നുപോയി. ഇവയിൽ ആദ്യത്തേത് ശുദ്ധീകരണ തിരുനാളിൻ്റെ അന്ന് അവൾക്ക് സഹിക്കേണ്ടി വന്ന അതികഠിനമായ രോഗമാണ്. ഈ രോഗാവസ്ഥയെക്കുറിച്ച് അവൾ ഇങ്ങനെ കുറിച്ചിട്ടു: എനിക്ക് നേരിട്ട അതിരൂക്ഷമായ രോഗം മൂലം പ്രഭാതത്തിൽ ദിവ്യകാരുണ്യ സന്ദർശനം നടത്താനാകില്ലല്ലോ എന്ന വ്യസനത്തിലായിരുന്നു ഞാൻ. എന്നാൽ അന്നു തന്നെ എൻ്റെ സ്നേഹമയിയായ സ്വർഗീയ അമ്മ എനിക്ക് പ്രത്യക്ഷയായി എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു: മുമ്പെങ്ങുമില്ലാത്തതുപോലെ ഈ രോഗം മൂലം നീ സഹിച്ചിരിക്കയാൽ മുമ്പെങ്ങും കിട്ടിയിട്ടില്ലാത്തതുപോലെയുള്ള സമ്മാനം നിനക്കായി എൻ്റെ മകൻ ഒരുക്കി വച്ചിരിക്കുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വേറൊരു മാരക രോഗത്താൽ അവൾ പരീക്ഷണയായി. അതിതീവ്രവും ദൈർഘ്യവുമേറിയതുമായിരുന്നു ഈ രോഗം. അതിനാൽ 1 വർഷത്തോളം എല്ലാ പൊതുപ്രവർത്തികളിൽ നിന്നും അവൾ കൊഴിഞ്ഞു നിൽക്കേണ്ടതായി വന്നു. ശാരീരിക സഹനങ്ങൾക്ക് പുറമെ മാനസിക ക്ലേശങ്ങളും അവളെ വല്ലാതെ തളർത്തി. എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് പുണ്യത്തിൽ ചരിക്കുന്നത്? താൻ ഈ ചെയ്യുന്നത് കൊണ്ട് എന്ത് പ്രയോജനമുണ്ട്? എന്നിങ്ങനെയുള്ള നിരാശയുടെ ചിന്തകൾ അവളെ അലട്ടി. ഹൃദയം ശൂന്യമായ ദൈവത്തോട് സംസാരിക്കാൻ വാക്കുകളൊന്നും കിട്ടാതെ വ്യസനത്തിലായിരുന്ന അവസരങ്ങളിൽ എന്തൊക്കെ വന്നാലും താൻ ചാപ്പലിൽ നിന്ന് എഴുന്നേറ്റ് പോകില്ല എന്നവൾ സ്വയം പറഞ്ഞു. വിശ്വാസത്തിനെതിരെ ശക്തമായ പ്രലോഭനങ്ങൾ ജെർത്രൂദിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അനിശ്ചിതമായ നിരാശയുടെ കാലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ സംശയിക്കുകയായിരുന്നു. അവയിൽ ആദ്യത്തേത് താൻ വിശ്വസിക്കുന്നത് ചരിത്രത്തിൽ പറയപ്പെടുന്നതുമായ കാര്യങ്ങൾ വെറും കെട്ടുകഥകളാണോ എന്നവൾക്ക് തോന്നി. വളരെ അപകടമേറിയ ഈ ചിന്തയിൽ നിന്ന് അവളെ രക്ഷിച്ചത് ഈശോ തന്നെയായിരുന്നു. തൻ്റെ ദർശനങ്ങളെ സംശയമെന്നെ സ്വീകരിക്കുവാൻ അവിടുന്ന് അവളെ പ്രാപ്തിയാക്കി. തൻ്റെ കരുണ തലമുറകളായി വർഷിക്കുന്നതിൻ്റെ അവശിഷ്ടങ്ങൾ, തൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യക്ഷ അടയാളങ്ങളായ അത്ഭുതങ്ങൾ എല്ലാം അവിടുന്ന് അവൾക്ക് കാണിച്ചു കൊടുത്തു. തൻ്റെ എല്ലാ പ്രവൃത്തികളും നവീകരിക്കപ്പെട്ട വിശ്വാസത്തോടെ അവൾ ദൈവത്തിന് സമർപ്പിച്ചു. അവൾ പ്രാർത്ഥിച്ചു: ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ നിലവിളികൾ ഞാൻ അങ്ങേക്ക് അർപ്പിക്കുന്നു. അങ്ങേ തിരുക്കുമാരൻ്റെ പീഡകളുടെ യോഗ്യതയാൽ എൻ്റെ ഉപേക്ഷകൾ പൊറുക്കുവാൻ കനിവുണ്ടാകണമേ. എന്നെ രൂപാന്തരപ്പെടുത്തണമേ.